ഒന്നും നമ്മുടെ കാര്യം പോലല്ലോ. അവിടെ കുറെ ആളുണ്ടല്ലോ. ഓ എത്തിയല്ലോ. ഓ ഇവര് കുത്തോണ്ടായിരുന്ന ഈ വീടിന് ഈ ഗതി വരുമോ? എന്റെ അമ്മേ, മുത്തച്ഛൻ. അമ്മ ഹോസ്പിറ്റൽ കൊണ്ടുപോകാൻ പറഞ്ഞോടാ. ഏയ് എന്റെ ഫ്രഞ്ച് മുത്തച്ഛനൊന്നല്ലടാ, അയാളത് വായോണ്ട് ഇലത്താളടിക്കുന്നത്. അയ്യോ ഞമ്മക്കെന്ന്. ഏയ് അമ്മയ്ക്കൊന്നല്ലടാ. അമ്മ ഞാനുണ്ട്. മിഷേ മിഷേ എനിക്കിഷ്ടപ്പെട്ടവന്റെ ഒപ്പം ഞാൻ പോകുന്നു. ഈ നരകം എനിക്ക് മതിയായി. ഇന്നലെ എന്റെ പിറന്നാളായിട്ടൂടെ വീട്ടിൽ വരാത്തൊരു ഏട്ടൻ, ഏത് നേരം കുറ്റം മാത്രം പറയുന്ന ഒരു അമ്മ. ഇവിടെ നിന്ന് എനിക്കൊരു മോചനം വേണം. 24 മണിക്കൂറും പുകവലി മുറുക്കാനായിട്ട് തുപ്പി നടക്കുന്ന ഒരു മുത്തശ്ശൻ. ഭ്രാന്ത് പിടിക്കുന്നതിന് മുന്നേ ഞാൻ എന്റെ ത്രിവിനേട്ടനോടൊപ്പം പോവാ. അതെ, അലമാരയിൽ നിന്ന് 2 പവന്റെ മാലയും 2 വളയും ഞാൻ എടുക്കുന്നുണ്ട്. എന്നെ അന്വേഷിച്ച് ബുദ്ധിമുട്ടണ്ട എന്ന് ത്രിവിനേട്ടന്റെ മാത്രം മിഷൻ. നിനക്ക് മതിയായല്ലോ, വീട്ടിലേക്ക് തിരിഞ്ഞു നോക്കണ്ട. ഹോ, നീയൊക്കെ എന്റെ വയറ്റിൽ തന്നെ പിറന്നല്ലോ. നാട്ടുകാര് ബഹുമാനിക്കുന്ന രക്തസാക്ഷിയായ സഖാവ് കൃഷ്ണന്റെ മോനാ നീ. ആ പേര് നീ തന്നെ കളഞ്ഞല്ലോടാ. എന്ത് പറഞ്ഞിട്ടെന്താ, എന്റെ വിധിയാ. ഇന്നലെ അവള് സ്നേഹം കാണിച്ച് കൊഞ്ചപ്പളെ എനിക്ക് തോന്നിയതാ. ആളന്മാർ എന്റെ മാലി വളി ഒക്കെ എടുത്തിട്ട് അവള് പോയത്. ആ, അല്ലെങ്കിലും അമ്മമാരെ പറഞ്ഞു പറ്റിക്കാൻ മക്കൾ പണ്ടേ മിടുക്കരാണല്ലോ. ആരെങ്കിലും പോലീസ് വിളിക്കുവോ? ആരാടാ ത്രിവിൻ? നല്ല മൊഞ്ചുള്ള പേര് ത്രിവിൻ. ഇതെന്റെ വീടല്ലേ? അതെ, ത്രിവിനെ പോക്കണ്ട കേട്ടോ. ആ പൊക്കാം. കാപ്പി കുടിച്ച് വൈകുന്നേരം പൊക്കാം. നല്ല ആങ്ങള. വാ ഉമ്മ, 2 ചായ. എന്നാലും ഏതായിരിക്കും ത്രിവിൻ? എന്തായാലും കിടുക്കാച്ചി ചെങ്ങായിരിക്കും. അല്ലെങ്കിൽ പിന്നെ എന്റെ പെങ്ങളൊക്കെ എന്റെ കൂടെ പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാല് ശരിയാണ്. ഓൾ ഇത്ര വലിയ പെണ്ണായി പറഞ്ഞ് ഞാൻ അറിഞ്ഞിട്ടില്ല. ഇത്ര വേഗം ചായ ഇട്ടിട്ട് വന്നാ? മാനു, പെമ്പിള്ളാര് വയസ്സറിച്ച പിന്നെ എന്തൊക്കെ ചിന്തിക്കുന്നെന്ന് പടച്ചോന് പോലും തിരിയൂല. ചില നേരത്തെ എന്തായാലും കഷ്ടായി. ഓളെ ഈ മറ്റേ ചാറ്റിങ്ങും പരിപാടിയൊക്കെ കാണുമ്പോഴേ മുഖത്തൊന്ന് കൈയെടുക്കാൻ തോന്നില്ല. എടാ നീ വിട്. അതെ, ഞാൻ അമ്മോട് എപ്പോഴും പറഞ്ഞ മൊബൈൽ കൊടുക്കരുത്. വീട് ഉമ്മക്ക് എവിടെ വെച്ചാലേ ഓളെ പോയി കണ്ടുപിടിക്കാം. അല്ലമ്മ, അങ്ങക്ക് ഇതിൽ കുറച്ച് പാലൊഴിച്ചൂടെ? പഞ്ചസാര എല്ലാം കൊറേ ഇട്ടതാ. ബാപ്പയ്ക്ക് മാത്രം പാലൊഴിച്ചു കൊടുക്കും, നമുക്ക് പാലും ഞാൻ അങ്ങോട്ട് വരാം. ആ പാറക്കൽ സൈതാലിയ. ഇവിടെ ഉണ്ടേനു. വാലൈക്കും സലാം. ഒരു പണിക്കും പോകാതെ രക്ഷിതാക്കൾ ഉണ്ടാക്കിയെന്ന് ജീവിക്കുന്ന മക്കളാ കുടുംബത്തിന്റെ ശാപം. തന്നെയാണ്. ഉമ്മക്ക് അറാമായതൊക്കെ ഓർക്ക് ഹലാല. ചായ ക്യാൻസൽ. ആ ഞാൻ വിളിക്കാം. ആ 2 ആളുണ്ടല്ലോ. ചോറ് കഴിച്ചിട്ട് പോയാ മതി. എന്റെ പെങ്ങളെ കാര്യം എന്തായി? അന്വേഷിക്കണ്ട. എന്റെ കഴിഞ്ഞ് പോക്കാണ്. ഏടിയാനു പുസ്തകം വാങ്ങാൻ വേണ്ടി എടുത്തു. ആ പറയടാ. ആ ശരി, ഞാൻ അടുത്തിക്കോളാം. ഓക്കെ. എന്താടാ? ഓളി ആ ചെക്കനെ കൂടെ പോലീസ് പിടിച്ചിട്ടുണ്ട്. ആണോ? എന്നാ പോവാ. വേണ്ട, ഇനി വരണ്ട, ഞാൻ പോയിട്ട് വരാം. ഞാൻ പോയിട്ട് വരാം.